കോഴിക്കോട് പൈവളകിയിൽ 15 വയസ്സുകാരിയും 42കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. പെൺകുട്ടിയെ കാണാതായെന്ന പരാതിയിൽ പോക്സോ കേസെടുത്ത് അന്വേഷണം നടത്താതിരുന്നത് എന്തെന്ന് കോടതി ചോദിച്ചു. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. 2 വർഷം മുൻപ് 15കാരിയായ പെൺകുട്ടിയെ പ്രദീപ് ചൂഷണം ചെയ്യുന്ന സംശയം ചൂണ്ടിക്കാട്ടി ചൈൽഡ് ലൈനിൽ പരാതി എത്തിയിരുന്നു. പ്രദീപ് തന്നെ നേരിട്ടിടപെട്ട് ആ പരാതി ഒതുക്കി തീർത്തു. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണവും കാര്യക്ഷമമായി മുന്നോട്ടു പോയില്ല. ഒടുവിൽ 2 വർഷങ്ങൾക്കിപ്പുറം ദുരൂഹതകൾ ബാക്കിയാക്കി പ്രദീപിനെയും പെൺകുട്ടിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ഫെബ്രുവരി 12-ന് പെൺകുട്ടിയെ കാണാതായതിനു ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. 42കാരനായ പ്രദീപിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു. ഇരുവരുടെയും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കാണിച്ച പ്രദേശത്ത് തന്നെ 2 പേരും ഉണ്ടായിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. അതിനാൽ വീടിന് സമീപത്തെ കാടുകൾ അരിച്ചുപെറുക്കി. പക്ഷേ പെൺകുട്ടിയും പ്രദീപും കുട്ടിയുടെ വീടിന്റെ 200 മീറ്റർ അകലെ ഉണ്ടായിട്ടും ആദ്യഘട്ടത്തിൽ നടത്തിയ തെരച്ചിലിൽ ഇരുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല. 26 ദിവസങ്ങൾക്ക് ശേഷം പോലീസും നാട്ടുകാരും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് മഞ്ചേശ്വരം MLA AK അഷ്റഫ് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. മഞ്ചേശ്വരം മണ്ഡലത്തിലെ പയ്യോളിക പഞ്ചായത്തിലെ മണ്ടക്കാപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ഫെബ്രുവരി മാസം 12-ാം തീയതി ഒരു കുട്ടി മിസ്സാവുന്നത് പോലീസിൽ പരാതി നൽകി. അപ്പോഴാണ് അറിയുന്നത് തൊട്ടപ്പുറത്ത് പ്രദീപ് എന്ന് പറയുന്ന 42 വയസ്സിന്റെ ഒരു ചെറുപ്പക്കാരൻ കൂടി മിസ്സായി എന്ന് അറിയാൻ കഴിഞ്ഞു. ഫെബ്രുവരി മാസം 12-ാം തീയതി ഒരു മിസ്സിംഗ് നടന്നു. ആ കുടുംബം പോലീസിന്റെ എല്ലാ വാതിലുകളും മുട്ടി. 25 മാസം വരെ അവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായി. പോലീസിനോട് ചോദിക്കുമ്പോൾ പോലീസ് പറഞ്ഞത്, ഞങ്ങൾ ഡ്രോൺ പരത്തി പരിശോധിച്ചു, സംയുക്ത പോലീസ് പരിശോധന നടത്തി. ഇത് 9-ാം തീയതി പോലീസും നാട്ടുകാരും സംയുക്തമായി പരിശോധന നടത്തിയപ്പോഴാണ് സർ കാണുന്നത്. എന്ത് സംഭവിച്ചു സർ? നമ്മുടെ പോലീസിന് 200 മീറ്റർ അകലെ ഒരു 15 വയസ്സിന്റെ കുട്ടിയും ഒരു 42 വയസ്സുകാരനും മിസ്സായി. അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത കേരളത്തിന്റെ ക്രമസമാധാന നിലയും ഈ പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുൻപ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. പോലീസ് കേസിൽ പോക്സോ വകുപ്പുകൾ ചുമത്തി അന്വേഷിക്കണമായിരുന്നുവെന്ന് ഹൈക്കോടതി. 15 വയസ്സുകാരിയുടെയും 42കാരന്റെയും മരണത്തിൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ രേഖാമൂലം അറിയിക്കണമെന്നും പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പോലീസിനോട് ഉന്നയിച്ച ചോദ്യങ്ങളിൽ വിമർശന സ്വരമില്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് വേണ്ടിയാണ് കോടതി സംസാരിക്കുന്നതെന്നും പെൺകുട്ടി ഒളിച്ചോടിപ്പോയെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും സ്ത്രീകളെയും കുട്ടികളെയും കാണാതായെന്നും പരാതി ലഭിച്ചാൽ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, MP സ്നേഹലത എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പെൺകുട്ടിയുടെ മരണത്തിലെ ദുരൂഹത മറനീക്കി പുറത്തുവരണം. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം വേണം. ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നാൽ മാത്രമേ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയൂ എന്നാണ് പോലീസ് നിലപാട്. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.